ബ്രിജ്ഭൂഷണെ വളർത്താനാവുന്നത് പോലെ BJP നോക്കി. എന്നാൽ സാക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളുടെ പ്രതിഷേധ ചൂടിലൊടുവിൽ ബ്രിജ്ഭൂഷണെ കൈവിടാൻ കേന്ദ്ര സർക്കാരും BJPയും തയ്യാറായി കഴിഞ്ഞു. ഇനി ഭൂഷണും BJPയും തമ്മിലുള്ള അന്തർധാരകൾ മാത്രമായിരിക്കും സജീവമായിരിക്കുക. നേരിട്ട് ഇനി തമ്മാടിത്തരം കൈമുതലാക്കിയ MP-യുമായി ഒരു ബന്ധം ക്ഷീണം ചെയ്യുമെന്ന് BJPക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത്രയേറെ നാറ്റക്കേസായിട്ടും ബ്രിജ്ഭൂഷണെ തള്ളിപ്പറയാൻ BJPക്കാർ മടിച്ചതിനു പിന്നിലുള്ള കാരണം അവ്യക്തമായി തുടരുകയാണ്. എങ്കിലും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം. അതിങ്ങനെയാണ്: UP ജയിച്ചാൽ ഇന്ത്യ ജയിച്ചു എന്ന് പറയപ്പെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിലും 20-ലധികം നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിജയം നിർണായകമാകുന്നതിൽ ബ്രിജ്ഭൂഷണും അയാളുടെ സംഘത്തിനും വലിയ പങ്കുണ്ട് എന്നതാണ് സത്യം. 2011-ൽ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് വരുന്നതിന് മുമ്പ് തന്നെ ബ്രിജ്ഭൂഷൺ NDAയിൽ തന്റെ സ്വാധീനം അരക്കെട്ടുറപ്പിച്ചിരുന്നു. അയോധ്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ അദ്വാനിയുടെ സന്തത സഹചാരിയായി ബ്രിജ്ഭൂഷൺ ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇയാളെ കോടതി വെറുതെ വിട്ടതുമാണ്. ബ്രിജ്ഭൂഷന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ സംഭവം നടക്കുന്നത് 1996-ലാണ്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളികളെ സഹായിച്ചു എന്ന പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അദ്ദേഹത്തെ തിഹാർ ജയിലിൽ അടച്ചിരുന്നു. ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിജ്ഭൂഷണ് മുൻ പ്രധാനമന്ത്രിയും BJP നേതാവുമായ അടൽ ബിഹാരി വാജ്പേയി ഒരു കത്തെഴുതുന്നുണ്ട്. സവർക്കറെ സ്മരിച്ചുകൊണ്ട് ധൈര്യം കൈവിടാതെ ഇരിക്കൂ എന്നതാണ് വാജ്പേയി കത്തിൽ ഭൂഷണോട് പറഞ്ഞത്. കിഴക്കൻ UPയിലും രജപുത്ര കുടുംബത്തിനിടയിലും ബ്രിജ്ഭൂഷണുള്ള സ്വാധീനം മാത്രമല്ല മോദി സർക്കാരിനെ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ആശങ്കയുളവാക്കിയിരിക്കുന്നത്. മറിച്ച് ധാരാളം സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലും ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷൺ BJPയിലെ സമുന്നത നേതാക്കളുടെ ബിനാമിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഫെഡറേഷനിൽ ലൈംഗിക ആരോപണ വിവാദം ഉടലെടുത്ത സമയത്ത് മോദി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാമെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ ശേഷിയുള്ള അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ബ്രിജ്ഭൂഷൺ എന്ന് കാണാം. എന്നാലും ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ പ്രകാരം ഗുസ്തി ഫെഡറേഷൻ ഇനി ഇടപെട്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് BJP ഭൂഷണ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് BJP നടപടി കടുപ്പിക്കുന്നത് എന്നതാണ് വിവരം. ഗുസ്തി താരങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജ്ഭൂഷണെ വിളിച്ചു വരുത്തിയിരുന്നു. പുരസ്കാരങ്ങളടക്കം തിരിച്ചു നൽകി പ്രതിഷേധിക്കുന്ന താരങ്ങളെ തണുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. താരങ്ങളുമായി ചർച്ച നടന്നേക്കുമെന്നും പറയുന്നുണ്ട്. ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ടതിന് പിന്നാലെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണ നിർവഹണത്തിനായി താൽക്കാലിക സമിതിയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നിയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രിജ്ഭൂഷണ താക്കീതുമായി BJP നേരിട്ട് രംഗത്ത് വരുന്നത്.